പിയർ പ്രഷർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് പിയർ പ്രഷർ അല്ലേ. നമ്മുടെ കൂടെ പഠിക്കുന്ന, നമ്മുടെ കൂടെ പഠിച്ചു പോയിട്ടുള്ള, നമ്മുടെ അതേ ബെഞ്ചിൽ പഠിച്ചു പോയിട്ടുള്ള, നമ്മളെ സ്കൂളിലും ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നവര് നല്ല കോഴ്സും നല്ല മെഡിക്കൽ കോളേജിലും നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിലും നല്ല ഒരു പ്രീമിയർ സ്ഥാപനത്തിൽ അവിടെ പഠിക്കുന്ന സ്റ്റാറ്റസ് നമ്മൾ കാണും. സ്വാഭാവികമാണ്. അവർ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ നമ്മൾ കാണും. അവരുടെ അക്കാഡമിക് ജേർണി കണ്ടുകൊണ്ട് നമ്മൾ എവിടെയും എത്തിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. സോ പിയർ പ്രഷർ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ഇനി സ്വാഭാവികമായിട്ടും ഗ്യാപ്പ് ഇയർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ കൂടെ പറയാം. ഒന്ന് അക്കാഡമിക് പ്രഷറും സ്ട്രെസ്സും തന്നെയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് എക്സാമുകൾ എഴുതാനുണ്ട്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവര് അല്ലെങ്കിൽ ജെയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു വർഷം എനിക്ക് കിട്ടിയതിന്റെ ഒരു നല്ല മടങ്ങ് റിസൾട്ട് അടുത്ത അക്കാഡമിക് ഇയറിൽ എഴുതുന്ന പരീക്ഷയിൽ സ്കോർ ചെയ്താൽ മാത്രമേ ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷം ഡ്രോപ്പ് ചെയ്തതിന്റെ റിസൾട്ട് ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഒരു എഫേർട്സ് ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ എന്നുള്ളത് നമ്മൾ എല്ലാവരും ഓർക്കേണ്ട സംഗതിയാണ്. സോ സ്വാഭാവികമായിട്ട് നമുക്കൊരു പ്രഷർ ഉണ്ടാവും, ഒരു ഇന്റേണൽ പ്രഷർ ഉണ്ടാവും. വീട്ടുകാരുടെ പ്രഷർ വേറെ ഉണ്ടാവും, നാട്ടുകാരുടെ പ്രഷറൊക്കെ വേറെ ഉണ്ടാവും. പക്ഷേ നമ്മളുടെ ഇന്റേണൽ പ്രഷർ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവും. സോ ആ ഒരു അക്കാഡമിക് സ്ട്രെസ്സിനെയും പ്രഷറിനെയും മാനേജ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടെ മാസ്റ്റർ ചെയ്യൽ വളരെ പ്രധാനമാണ്. സോ അക്കാഡമിക് പ്രഷറും സ്ട്രെസ്സും സ്വാഭാവികമാണ്. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡീസ്. ചില കുട്ടികളുടെ കേസ് ഇതാണ്. ഒരു വർഷം ഡ്രോപ്പ് ചെയ്യാം, ഞാൻ എൻ്റെ റൂട്ട് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, എൻ്റെ കരിയർ പാത്ത് വേ ഞാനൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷേ കുട്ടികൾ ഡ്രോപ്പ് ചെയ്യുന്നവരുണ്ട് എങ്കിൽ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവര് സ്റ്റഡീസിൽ നിന്ന് അവര് അകന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. ഇതുവരെ പഠിച്ചു പോന്നിട്ടുള്ള ആ ഒരു എൻവിറോൺമെന്റിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട്, പല ഡിസ്ട്രാക്ഷൻസ് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു അക്കാഡമിക് എൻവിറോൺമെന്റിൽ നിന്ന് അവർ പുറത്തു ചാടാനും സ്റ്റഡീസിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പൊതുവിൽ കുറയാനും സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് സംഗതികളുണ്ട്. ആ സംഗതികളൊക്കെ ഫോക്കസ് ചെയ്ത് ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് പ്രശ്നമല്ല. അല്ലാത്തവരാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും പഠനത്തോടുള്ള ഒരു ഇൻട്രസ്റ്റ് മൊത്തത്തിൽ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്നാണ് പിയർ പ്രഷർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് പിയർ പ്രഷർ അല്ലേ. നമ്മുടെ കൂടെ പഠിക്കുന്ന, നമ്മുടെ കൂടെ പഠിച്ചു പോയിട്ടുള്ള, നമ്മുടെ അതേ ബെഞ്ചിൽ പഠിച്ചു പോയിട്ടുള്ള, നമ്മളെ സ്കൂളിലും ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നവര് നല്ല കോഴ്സും നല്ല മെഡിക്കൽ കോളേജിലും നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിലും നല്ല ഒരു പ്രീമിയർ സ്ഥാപനത്തിൽ അവിടെ പഠിക്കുന്ന സ്റ്റാറ്റസ് നമ്മൾ കാണും. സ്വാഭാവികമാണ്. അവർ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ നമ്മൾ കാണും. അവരുടെ അക്കാഡമിക് ജേർണി കണ്ടുകൊണ്ട് നമ്മൾ എവിടെയും എത്തിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. സോ പിയർ പ്രഷർ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതും നമ്മൾ വളരെ പ്രധാനമായിട്ട് നോക്കണം. സോഷ്യൽ ഐസൊലേഷൻ സ്വാഭാവികമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന് പോവാണ്, ഒരു പ്രോഗ്രാമിന് പോവാണ്, നമ്മുടെ അറിയുന്ന ആളുകളും നമ്മുടെ പരിചയത്തിലുള്ള ഫ്രണ്ട്സൊക്കെ ചോദിക്കും, എന്താണ് ഇപ്പൊ ചെയ്യുന്ന മോനെ? ഓനൊന്നും ചെയ്യുന്നില്ല, അവന് പ്രത്യേകിച്ച് ഒരു ഗോളായിട്ടൊന്നുമില്ല, ഒരു ജോലിയൊന്നും ആയിട്ടില്ല, ഒരു കോഴ്സ് ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ ഐസൊലേഷൻ ഡിസ്കഷൻസ് സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് കൂടെ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് പാരന്റ്സ് ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു കേസിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൂടെ ഒരു സംഗതി സൂചിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇയർ എടുക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം, എങ്ങനെയാണ് ഒരു വർഷം പ്ലാൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഒരു അക്കാഡമിക് ഇയറിലുള്ള ഗ്യാപ്പ് നന്നായിട്ട് ആ എഫേർട്സിനെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ കഴിയും എന്നുള്ള കാര്യം കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. സോ ഈ വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങളുടെ പരിചയത്തിലുള്ള ഈ വർഷം ഡ്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന +2 കഴിഞ്ഞവരായിക്കോട്ടെ, ഗ്രാജുവേഷൻ കഴിഞ്ഞവരായിക്കോട്ടെ, ഇനി ഒരു ജോലിയുടെ ഇടയിൽ ഒരു കരിയർ ഗ്യാപ്പ് ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ നിർബന്ധമായിട്ടും അയച്ചു കൊടുക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. സോ നമുക്ക് എങ്ങനെ ഈ ഒരു പീരീഡിനെ ഓവർകം ചെയ്യാം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു കരിയർ ഗ്യാപ്പ് എടുക്കുക, അക്കാഡമിക് ഇയർ ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഓപ്ഷൻസ് റിസർച്ച് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് +2 കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ചോളം നീറ്റ് എക്സാം ആണ് ടാർഗറ്റ് എങ്കിൽ ആ കുട്ടി നീറ്റിനായിരിക്കും പ്രൈമറിലി പഠിക്കുന്നുണ്ടാവുക. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ആയിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കുന്നുണ്ടാവുക. പക്ഷെ എന്നാലും ഈ സബ്ജക്ട്സ് കൊണ്ട് തന്നെ, ഈ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ കുട്ടിക്ക് എഴുതാവുന്ന മറ്റൊരുപാട് പരീക്ഷകൾ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്ന ഒരു പ്രശ്നം ഇതാണ്. നീറ്റിനാണ് ഫോക്കസ് ചെയ്യുന്നത്, എഞ്ചിനീയറിംഗിനാണ് ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ
ഈ പഠിക്കുന്ന സംഗതികൾ കൊണ്ട് തന്നെ മറ്റൊരുപാട് പരീക്ഷകൾ എഴുതാം. അതൊക്കെ നല്ലൊരു സ്ഥാപനത്തിൽ പോയിട്ട് നല്ല വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ട്. പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസിലൂടെ മാത്രമാണ് നമ്മുടെ മക്കള് സഞ്ചരിക്കുന്നത്. ഇൻ കേസ് ആ ഓപ്ഷൻസിൽ നമുക്ക് എന്തെങ്കിലും പാളിച്ച് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും സംഭവിക്കുക. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഗ്യാപ്പ് എടുക്കുന്ന കുട്ടികൾ മാക്സിമം ഓപ്ഷൻസ്, ഗേറ്റ് വേ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. എൻട്രൻസ് എക്സാമുകൾ മാക്സിമം നമ്മൾ എഴുതുക, മാക്സിമം എക്സാമുകൾ എഴുതുക, അതിന് എക്സ്പോഷർ കിട്ടുക. ഏതെങ്കിലും ഒക്കെ എക്സാമിൽ നമുക്ക് എന്തായാലും നല്ല രൂപത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇൻ കേസ് നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ എയിം ചെയ്യുന്ന പ്രൈമറി എക്സാമിൽ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടെ മറ്റ് എക്സാമുകളിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും, സ്വാഭാവികമാണ്. രണ്ടാമത്തേത്, എക്സ്പ്ലോർ മൾട്ടിപ്പിൾ ഫീൽഡ്സ്. നേരത്തെ പറഞ്ഞ തന്നെ മൾട്ടിപ്പിൾ കോഴ്സുകളെ കുറിച്ചും ജോബുകളെ കുറിച്ചും കരിയർ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. ബിൽഡ് പ്ലാൻ ബി. എപ്പോഴും നമുക്ക് വേണ്ട ഒരു സംഗതിയാണ് പ്ലാൻ ബി എന്നുള്ളത്. പ്ലാൻ എ നമുക്ക് ഒരു പ്രൈമറി പ്ലാൻ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ നമുക്ക് പ്ലാൻ ബി വളരെ പ്രധാനമാണ്. ഈ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? പ്ലാൻ ബി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ഏത് ഫീൽഡിലേക്കാണ് നമ്മൾ പോകുന്നത് കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവും. ഇൻ കേസ് ആ ഒരു പ്ലാന് നമുക്ക് അവിടെ വഴി തടസ്സമാവുകയാണെങ്കിൽ നെക്സ്റ്റ് പ്ലാൻ എന്താണ്, ഓപ്ഷൻ ബി എന്താണ്, പ്ലാൻ ബി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കരിയർ ഡയറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ആൻഡ് ABC ഫ്രെയിം വർക്ക് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി. നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു വർഷത്തേക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ പറയുകയാണെങ്കിൽ അതിന് നമ്മൾ അക്കൗണ്ടബിൾ ആവണം. നമ്മളോട് തന്നെ അക്കൗണ്ടബിൾ ആവണം. ഒരു വർഷം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യും, അടുത്ത വർഷം നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ള കോൺഫിഡൻസിലായിരിക്കും പലരും ആദ്യത്തെ ആഴ്ച പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ ആഴ്ച പ്രിപ്പറേഷൻ തുടങ്ങിയതിന്റെ പകുതി മടങ്ങിലായിരിക്കും, അല്ലെങ്കിൽ പകുതിയിലായിരിക്കും ആളുടെ ജേണി പോകുന്നുണ്ടാവുക, പേസ് പോകുന്നുണ്ടാവുക. പക്ഷെ ഇത് വളരെ വളരെ പ്രശ്നമാണ്. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിന് നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നമ്മളതിൽ ഫോക്കസ് ചെയ്യുക, വർക്ക് ചെയ്യുക. ഒരുപാട് ഹഡിൽസ് ഒക്കെ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു, അവിടെയാണ് നമുക്ക് സക്സസ് എന്നുള്ളത്. രണ്ടാമത്തെ സംഗതി ബാലൻസ് എന്നുള്ളത്. ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാകി സാധ്യതയുള്ള മറ്റൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ. അവർ രാവിലെ 4 മണി മുതൽ വൈകിട്ട് 9 മണി വരെയും 11 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. പഠനം മാത്രം, മറ്റൊരു എൻജോയ്മെന്റും ഇല്ല, ഒരു എന്റർടൈൻമെന്റും ഇല്ല. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിനെ തന്നെ ഡ്രെയിൻ ചെയ്യും. നമ്മൾ ആകെ അക്കാഡമിക് മൂഡിലായി പോകും, നമുക്ക് മറ്റൊരു വൈബും ഇല്ല, അല്ലെ? വൈബ് എന്നുള്ളത് നമ്മൾ കേൾക്കുന്ന സ്ഥിരം ഒരു ഭാഷയാണ്. ഒരു വൈബും ഇല്ലാത്ത ഒരു എൻവിറോൺമെന്റിലേക്ക് നമ്മൾ മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ആയാലും നമുക്ക് പ്രശ്നമാണ്. ഒരു ബാലൻസിങ് എൻവിറോൺമെന്റിൽ നമ്മൾ എത്തണം. ആൻഡ് തേർഡ് വൺ, കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. നമ്മളൊരു കാര്യം തുടങ്ങുമ്പോഴുള്ള ആവേശം ഒരു പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ABC ഫ്രെയിം വർക്ക് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആൻഡ് നേരത്തെ പറഞ്ഞ സംഗതി, പ്ലാൻ എ വർക്ക്ഔട്ട് ആയിട്ടില്ല എങ്കിൽ പ്ലാൻ ബിയിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യണം. അതിന് പാരന്റ്സ് ആയിട്ടുള്ള നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് അഡോപ്റ്റ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. കുട്ടിക്ക് എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക. അത് കുട്ടിയെ തന്നെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ആൻഡ് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് കൂടെ നമുക്ക് നോക്കാം. ഡെയിലി സ്ട്രക്ചർ പ്ലാന്, കാര്യങ്ങൾ, ഒരു ടു ഡു പ്ലാനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ, പ്രധാനമായിട്ട് നമുക്ക് എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ പരമാവധി നമുക്ക് എന്ത് ചെയ്യാം, എഴുതി നോക്കാം. അത് പ്രാക്ടീസ് ചെയ്യാം, ടൈം വെച്ചുകൊണ്ട് എഴുതി നോക്കാം, എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കാം, എവിടെയാണ് ഡ്രോപ്പ് ആയി പോകുന്നത് നോക്കാം, ഏത് സബ്ജക്റ്റിനാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്രാക്ടീസ് ദാറ്റ് മേക്സ് us പെർഫെക്റ്റ് എന്നത് നമ്മൾ മറന്നു പോകരുത്. ആൻഡ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷനുകൾ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് പഠിക്കാനൊക്കെ ഇരിക്കും, നമ്മുടെ മൊബൈൽ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് വരുന്ന പുറകെ നമ്മൾ ഡിമ്മായി പോകും. സോ ഈ ഒരു പ്രശ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ ഡിറ്റോക്സ്, ഡിജിറ്റലി നമ്മൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിരിക്കുക. ചില സമയങ്ങളിലെങ്കിലും സ്മാർട്ട് ഫോണും നമ്മുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ പഠനത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്നുള്ളത് ഇത് ചില കുട്ടികളെങ്കിലും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരുപക്ഷെ എൻട്രൻസ് പരീക്ഷകൾക്ക് MCQ ടൈപ്പിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത്, ഇൻ കേസ് ചില കുട്ടികൾക്കെങ്കിലും ഉണ്ടായേക്കാവുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. MCQ ടൈപ്പിന് മാത്രമായിരിക്കും ആ ഒരു കുട്ടി ഒരു വർഷം പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഇൻ കേസ് ആ കുട്ടി മറ്റേതെങ്കിലും ഫീൽഡിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊരു സംഗതിക്ക് ആൻസർ ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടി ആകെ പതറിപ്പോവാണ്.
ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 2-3 വർഷമായിട്ട് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആൻസറിങ് മാത്രമാണ്. ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുള്ള ആൻസർ, ഒരു മറുപടി കൊടുക്കുന്ന സമയത്ത്, ഒരു ആൻസർ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് കുട്ടിക്ക് അത് കഴിയുന്നില്ല. സോ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടായേക്കാവുന്ന സംഭവങ്ങളാണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ നമുക്ക് എഴുതി നോക്കാം. നമ്മൾ പഠിക്കുന്ന രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താം. നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ഒരു മിററിൽ മുന്നിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ച് നോക്കാം, എഴുതി പഠിക്കാം, പറഞ്ഞുകൊണ്ട് പഠിക്കാം. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഒരു വർഷം ഗ്യാപ്പ് എടുക്കുക എന്നുള്ളത് വലിയ എന്തോ ഒരു ആനക്കാര്യമൊന്നുമല്ല. ഗ്യാപ്പ് എടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഒരു വർഷം ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ കൂടെ ആ ഒരു വർഷം നന്നായിട്ട് അധ്വാനിച്ച് മെനക്കെട്ട് പിറ്റേ വർഷം എല്ലാവർക്കും അഭിമാനതാരമായിട്ട് നല്ലൊരു കോഴ്സിലേക്ക് നല്ല റാങ്ക് കരസ്ഥമാക്കിയിട്ട് നല്ലൊരു അഡ്മിഷൻ കിട്ടുന്ന ഒരുപാട് കുട്ടികളുടെ കഥകളും നമ്മൾ കേൾക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു കുട്ടിയായിട്ട് നിങ്ങൾ മാറാൻ കഴിയട്ടെ. നിങ്ങളുടെ പരിചയത്തിലുള്ള ഈ വർഷം ഡ്രോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ നിർബന്ധമായിട്ടും അയച്ചു കൊടുക്കണം. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന പ്ലാൻ നമ്മളത് മുറുകെ പിടിക്കണം. ABC ഫ്രെയിംവർക്ക് മറക്കണ്ട. കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സക്സസിൽ തീർച്ചയായിട്ടും നമ്മൾ എത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഓൾ ദ ബെസ്റ്റ് ടു ആൾ ഫ്രണ്ട്സ്. താങ്ക് യു.